ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 കേസുകളിലാണ് അറസ്റ്റ്. ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു. പ്രതിയെ ഇന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. S സാരംഗും അതോടൊപ്പം തന്നെ VV അരുണും ഒപ്പം VV വിനോദും കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം S സാരംഗിലേക്ക് കടക്കുകയാണ്. സാരംഗ്, ഇതിപ്പോൾ സ്വർണ്ണപ്പാളി മോഷണ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുലർച്ചെയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 കേസുകളിലാണെന്ന് മനസ്സിലാക്കുന്നു. അതേതൊക്കെ കേസുകളിലാണ്? ഇനിയുള്ള നിയമനീക്കം അതെങ്ങനെയാണ്? തീർച്ചയായും അറിയാം, ഇന്നലെ രാത്രി മുഴുവൻ, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 മണിയോടുകൂടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് പുലർച്ചെ 4 മണിയോടുകൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നിന്നും പിന്നെ 7 മണി കഴിയുന്നതോടുകൂടി ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിലും പിന്നെ ഒപ്പം തന്നെ കട്ടിള, അതായത് ഈ ഒരു വാതിൽപ്പടിയിലെ കട്ടിളയിലെ സ്വർണ്ണമോഷണത്തിലും കൂടിയാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു SITയുടെ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച ആദ്യ അറസ്റ്റാണ്. മാത്രമല്ല, ഇതിന്റെ തുടർച്ചയായി പല നിർണായക വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണമൊരുക്കി ഈ ജീവനക്കാർക്കടക്കം വീതിച്ചു നൽകിയെന്നടക്കമുള്ള പല നിർണായക വിവരങ്ങളും ഈ ഒരു അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, തുടർന്ന് അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഒരു 2 കേസുകളിലും 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഒരു വിവാദവുമായി, ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് തന്നെ റാന്നിയിലേക്ക് എത്തിക്കും. തുടർന്ന് ഈ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അന്വേഷണങ്ങളും മറ്റും ഉണ്ടാവുക. ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ലഭിച്ച സ്വർണ്ണത്തേക്കാൾ ഏറെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടെന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണ സംഘമായതുകൊണ്ട് തന്നെ തുടക്കം തന്നെ വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്.